ആദീസ് ന്യൂട്രിക്കോയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ കാണുന്നത് പോലെ നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നല്ല അടിപൊളി ഒരു നാടൻ മട്ടൻ സൂപ്പ് ഉണ്ടാക്കിയാലോ? നമ്മുടെ ഹെൽത്തി ഈറ്റിംഗ് സീരീസിൽ ഒരു ദിവസത്തെ എന്റെ ഡിന്നർ ആയിരുന്നു മട്ടൻ സൂപ്പ്. സോ ഈസി ടേസ്റ്റി മട്ടൻ സൂപ്പ് ഉണ്ടാക്കാം. ആദ്യം തന്നെ ഞാനിവിടെ കൊഴുപ്പില്ലാത്ത കുറച്ചധികം എല്ലിന്റെ മട്ടന്റെ പീസ് എടുത്തിട്ടുണ്ട്. നന്നായി കഴുകിയതിനു ശേഷം ഒരു കുഞ്ഞു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ സൂപ്പിന്റെ മസാല. 1 ടേബിൾ സ്പൂൺ കുരുമുളകും 1.5 ടീസ്പൂൺ ജീരകവും 1 പീസ് കറുവപ്പട്ടയും 1 ബേ ലീഫും 2 ഏലക്കയും. ഇത്രയും സാധനങ്ങൾ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് കൂടാതെ ഒരു 15 കുഞ്ഞുള്ളി അരിഞ്ഞതും ഈ കാണുന്ന അത്ര ഇഞ്ചിയും 1 പച്ചമുളകും കൂടെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കുകയാണ്. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമ്മളിത് അരച്ചെടുക്കാൻ. അപ്പോൾ മാത്രമേ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടുള്ളൂ. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് അരഞ്ഞു പോകും. അപ്പോൾ വെള്ളം ചേർക്കാതെ ഈ കാണുന്ന പരുവത്തിൽ അരച്ചെടുക്കുക. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മട്ടനിലേക്ക് ഈ അരപ്പിട്ട് കൊടുക്കുകയാണ്. ഇത് കൂടാതെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 2 വെളുത്തുള്ളി നന്നായി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മട്ടന്റെ എല്ല് കൂടുതലുള്ളത് കൊണ്ട് തന്നെ കാൽസ്യവും ഫോസ്ഫറസും കൊലാജനും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. പ്രസവശേഷം ഉണ്ടാകുന്ന ജോയിന്റ് വേദനകൾക്കെല്ലാം ഇത് വളരെ നല്ലതാണ്. 3 ഗ്ലാസ് വെള്ളവും കൂടി ഞാൻ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. കുറച്ചധികം വെള്ളം ഒഴിക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. എന്നിട്ട് കുക്കർ അടച്ചിട്ട് ഞാനിവിടെ ഒരു 6 വിസിലാണ് അടിക്കുന്നത്. അങ്ങനെ 6 വിസിലിന് ശേഷം നമ്മുടെ കുക്കർ തുറന്നിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ നാടൻ മട്ടൻ സൂപ്പ്. ഇതൊന്നും കൂടാതെ അയൺ കണ്ടന്റും പ്രോട്ടീനും കൂടുതലായതുകൊണ്ട് തന്നെ അനീമിയ പോലുള്ള അവസ്ഥകൾ ഒഴിവാക്കാനും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും മട്ടൻ സൂപ്പിന് സാധിക്കും. സോ ഈ സിമ്പിൾ ടേസ്റ്റി ഹെൽത്തി മട്ടൻ സൂപ്പ് റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാനും മറക്കരുത്. സോ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്